നമസ്കാരം. LP, UP ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായിട്ട് ഇവിടെ ഇരിഞ്ഞാലക്കുടയിൽ ശാസ്ത്രമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ RSSന്റെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അധ്യാപക സംഘടനയായിട്ടുള്ള ദേശീയ അധ്യാപക പരിഷത്ത് ഇവിടെ വിദ്യാർത്ഥികൾക്കായിട്ട് വലിയ രീതിയിലുള്ള ഒരു ഭക്ഷണ സംവിധാനങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യകർത്താക്കൾ അധ്യാപകന്മാർ നമ്മോടൊപ്പം ഇന്ന് ഈ ഒരു സമയത്ത് ചേരുകയാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയിലാണല്ലോ ഈ ഉപജില്ലാ ശാസ്ത്രമേള നടക്കുന്നത്. എന്താണ് ചേട്ടൻ്റെ ഒരു ചുമതല എന്താണ്? എൻ്റെ പേര് വിനോദ് എന്നാണ്. ഞാൻ വികസന സമിതിയുടെ ജോയിന്റ് കൺവീനറാണ്. അപ്പോൾ ഇവിടെ 3 ദിവസമായിട്ട് പരിപാടികൾ നടക്കുന്നു. ഏകദേശം ഒരു 3300-ലധികം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ഒരു 1200 പേരോളം ഒഫീഷ്യൽസും ജഡ്ജസും എസ്കോർട്ടിംഗ് സ്റ്റാഫൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത് നമ്മുടെ സംഘടനയാണ്, NTU ആണ്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഇവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നു. ഇവിടെ BVMHS കൽപ്പറമ്പ് സ്കൂളിലും അതോടനുബന്ധിച്ചുള്ള തൊട്ടടുത്തുള്ള 2 സ്കൂളുകളും LP സ്കൂളുകളും ചേർന്നിട്ടാണ് ഇവിടെ ഈ പരിപാടികൾ നടക്കുന്നത്. അപ്പോൾ BVMHSന്റെ ഇവിടുത്തെ ഈ പാരിഷ് ഹാളിലാണ് ഞങ്ങൾ ഭക്ഷണ വിതരണം നടത്തുന്നത്. ഭക്ഷണ വിതരണം ചെയ്യണത് നമ്മുടെ NTUന്റെ ജില്ലാ സമിതി അംഗം കൂടിയായിട്ടുള്ള സതീഷ് മാഷാണ്, ഞങ്ങളുടെ ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാൻ. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് ഇതിനു മുന്നേ മറ്റ് അധ്യാപക സംഘടനകൾ ഇത് ചെയ്തിട്ടുണ്ട്? അത് ഓരോ അധ്യാപക സംഘടനകൾ കൂടിയിട്ടാണ് ഈ വികസന സമിതി ഉണ്ടാവുന്നത്. അപ്പൊ ആ വികസന സമിതിയിലെ ജോയിന്റ് കൺവീനർ എന്നുള്ള സ്ഥാനമാണ് എനിക്കുള്ളത്. അതില് വിവിധ അധ്യാപക സംഘടനകളാണ് ഓരോ ചുമതലകൾ ഏറ്റെടുക്കുന്നത്. അപ്പൊ ഇരിഞ്ഞാലക്കുടയില് NTU ആദ്യമായിട്ടാണ് ശാസ്ത്രമേളയിൽ ഫുഡ് എടുക്കുന്നത്. കാരണം അത് ശാസ്ത്രമേളയിലത്തെ ഏറ്റവും വലിയ കമ്മിറ്റി തന്നെ ഫുഡ് കമ്മിറ്റിയാണ്. അപ്പോൾ അത് ഈ അധ്യാപക പരിഷത്ത് എടുക്കാൻ പറ്റിയെന്നുള്ളത് ഞങ്ങളുടെ ഇരിഞ്ഞാലക്കുടയിലത്തെ അധ്യാപക പരിഷത്തിന്റെ ഒരു സ്ട്രെങ്ത്തും കൂടിയാണത്. അപ്പൊ അതിന്റെ കൺവീനർ നമ്മുടെ സതീഷ് മാഷാണ്. എത്ര പേർക്കാണ് ഭക്ഷണം തയ്യാറാക്കിയത്? 3 ദിവസങ്ങളിലായിട്ട് 4500 പേരൊക്കെ ഭക്ഷണം നമ്മൾ കൊടുക്കുന്നുണ്ട്. മാഷ് നമസ്കാരം. നമസ്കാരം. മാഷ് പേരെന്താ? സതീഷ്. ഇതിന്റെ എന്താ ചുമതല എന്താ? ഇത് ഫുഡ് കമ്മിറ്റിയുടെ ചുമതലയാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ കീഴിലുള്ള ദേശീയ അധ്യാപക പരിഷത്ത് എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ഈ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി ഫുഡ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ ഫുഡ് കമ്മിറ്റി ഏറ്റെടുക്കാറുള്ളത് പ്രബലമായിട്ടുള്ള 2 അധ്യാപക സംഘടനകളായിരുന്നു കാലങ്ങളായിട്ട്. ഇരിങ്ങാലക്കുടയിൽ ആദ്യമായിട്ടാണ് ദേശീയ അധ്യാപക പരിഷത്ത് ഫുഡ് കമ്മിറ്റി ഏറ്റെടുത്തുകൊണ്ട് ശാസ്ത്രമേളയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ഫുഡ് കമ്മിറ്റി ആയിരിക്കണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ പായസം മുതലുള്ള ഒരു നല്ല സദ്യയാണ് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ വിതരണം ചെയ്തത്. എല്ലാവരും മനസ്സും വയറും നിറഞ്ഞുകൊണ്ടാണ് ഈ ഭക്ഷണശാല വിട്ട് പുറത്തേക്ക് പോയത്. വളരെ നല്ല അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കേൾക്കാൻ ഇടവന്നു. ആദ്യത്തെ ദിവസം തന്നെ ഒരാൾ പോലും പ്രത്യക്ഷമായോ പരോക്ഷമായോ പോലും യാതൊരു വിധത്തിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള അഭിപ്രായവും ഫുഡ് കമ്മിറ്റിയെ പറ്റി പറഞ്ഞില്ല എന്നുള്ളതിൽ ഞങ്ങൾ വളരെ കൃതാർത്ഥരാണ്. ഇന്നലെ 2ാമത്തെ ദിവസമായിരുന്നു. 2ാമത്തെ ദിവസവും നല്ല രീതിയിലുള്ള ഭക്ഷണം നമുക്ക് തയ്യാറാക്കി കൊടുക്കാനായിട്ട് സാധിച്ചു. അത് ദുർഗാപ്രസാദ് എന്ന് പറയുന്ന നല്ല ഒരു പാചക വിദഗ്ധന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഭക്ഷണ വിതരണം നടക്കുന്നത്. അദ്ദേഹം നല്ല രീതിയിൽ ആ കർമ്മം നിർവഹിച്ചു വരുന്നു. ഇന്നും നല്ല റെസ്പോൺസാണ് ഭക്ഷണം കഴിച്ച് പുറത്തേക്കിടുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് സമാപന ദിവസമായ ഇന്നും ഞങ്ങൾ സംഗീതാത്മകമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഈ ഫുഡ് കമ്മിറ്റിയുടെ പ്രവർത്തനം നടത്തുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഈ ഫുഡ് കമ്മിറ്റിയുടെ ജോയിന്റ് കൺവീനറായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ രഘു മാസ്റ്റർ, അദ്ദേഹം നല്ലൊരു സംഗീത അധ്യാപകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ചില ഗാനങ്ങളും ഈ ഫുഡ് കമ്മിറ്റിയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തുന്നുണ്ട്. അതും നല്ല ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടി, മുൻ വർഷങ്ങളേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഒപ്പം തന്നെ കുട്ടികൾ, നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള കുട്ടികൾക്ക് പാടാൻ അവസരം കൊടുക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ ഈ സ്കൂളിലെ വാളണ്ടിയേഴ്സ് ഏറ്റവും മികച്ചമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരിലെ കലാകാരന്മാർക്കും അവസരം കൊടുക്കുന്നു. അങ്ങനെ വളരെ മനസ്സ് നിറയുന്ന രീതിയിൽ, വയറും മനസ്സും നിറയുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് ഇവിടെ ഞങ്ങൾ ഫുഡ് കമ്മിറ്റി നടത്തിയിട്ടുള്ളത്. ഇതിൽ ഒരു ദേശീയ സംഘടന എന്നുള്ള നിലയിൽ RSSന്റെ ഒരു അധ്യാപക സംഘടന കൂടിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കമന്റുകൾ ഇതിനോട് മുന്നോടിയായിട്ടുണ്ടായിരുന്നു? ഇല്ല എന്ന് മാത്രമല്ല, AO സാറ് ആദ്യത്തെ ദിവസം 8ാം തീയതി മുതൽ ഇവിടെ ഉണ്ട്. 2 ദിവസവും ഭക്ഷണം കഴിച്ച് നേരിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് നല്ല അഭിപ്രായം പറഞ്ഞു. വളരെ നല്ല ഭക്ഷണമായിരുന്നു. അതായത് പായസത്തെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്.
ഇത് തയ്യാറാക്കുന്ന വ്യക്തി ആരാണെന്നുള്ള അന്വേഷണമൊക്കെ നടത്തി വളരെ ഏറ്റവും മികച്ച ഒരു അഭിപ്രായം തന്നെയാണ് അധ്യാപക പരിഷത്തിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. പക്ഷെ ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിനോട് റിക്വസ്റ്റ് ഉള്ളത്, ഇവിടെ നമ്മളെ സഹായിക്കാനായിട്ട് ധാരാളം വിദ്യാർത്ഥികൾ വാളണ്ടിയേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ അധ്യാപകർ, ദേശീയ അധ്യാപക പരിഷത്തിന്റെ അധ്യാപകർ തന്നെ 30-35 അധ്യാപകർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ സ്കൂളിൽ നിന്നുള്ള വാളണ്ടിയേഴ്സ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ സാധാരണ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ധാരാളം വാളണ്ടിയേഴ്സ് പല പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത് കലോത്സവമായാലും ശരി, ശാസ്ത്രമേള, അവർക്കെല്ലാം ഒരു നല്ലൊരു സർട്ടിഫിക്കറ്റ് സർക്കാർ തലത്തിൽ തന്നെ, കാരണം ഇങ്ങനെ ഒരു പ്രവർത്തനം അവര് ഏറ്റെടുക്കുന്നത് സമർപ്പണ മനോഭാവത്തോടു കൂടി അവർ സ്വമേധയാ വരുന്നതാണ്. അപ്പൊ അവർക്ക് സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നാണ് ദേശീയ അധ്യാപക പരിഷത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം അവർക്കത് ഫ്യൂച്ചറിൽ പ്രയോജനം ചെയ്യുക സർട്ടിഫിക്കറ്റ്. കാരണം കർമ്മനിരതരായിട്ടുള്ള സേവന സന്നദ്ധരായിട്ടുള്ള ഈ കുട്ടികളെ, ഈ വാളണ്ടിയേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഈ കുട്ടികളെ ലോകം തിരിച്ചറിയുക തന്നെ വേണമെന്നുള്ളതാണ്. അതുകൊണ്ട് സർക്കാരിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇവർക്ക് ഒരു സർട്ടിഫിക്കറ്റ്, ഓരോ വിദ്യാർത്ഥിക്കും ഈ സേവനത്തിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് സർക്കാർ തലത്തിൽ തന്നെ നൽകണമെന്ന് അഭ്യർത്ഥിക്കാനുണ്ട്.